കഴിഞ്ഞ മാസം നമ്മൾ ഒരു യാത്രയിലായിരുന്നു. മൗണ്ട് അബു, രാജസ്ഥാൻ. നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം. അത് മനോഹരമായ കൊങ്കൺ റെയിൽവേ പാതയിലൂടെ ട്രെയിൻ യാത്രയായിരുന്നു. ഞങ്ങൾ കുറച്ച് പേര് സെക്കൻഡ് AC-യിലായിരുന്നു യാത്ര. നമുക്കിടയിൽ നമുക്കൊപ്പം യാത്ര ചെയ്യാൻ ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. അവരോട് അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞത് അവർ പ്രൊഫഷണലി സിനിമ ഫീൽഡിലാണ്. സംസാരത്തിനിടയിൽ ആ വ്യക്തി നമ്മുടെ അനുഭവങ്ങൾ ഷെയർ ചെയ്യാൻ പറഞ്ഞു. ഞങ്ങളുടെ ജീവിത രീതിയെക്കുറിച്ചും ഏത് പ്രസ്ഥാനത്തു നിന്നാണ് വരുന്നതെന്നതിനെക്കുറിച്ചും ജീവിതത്തിൽ നിങ്ങൾ എങ്ങനെയാണ് എന്നതിനെക്കുറിച്ചൊക്കെ അവർ അന്വേഷിച്ചു. അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ ഷെയർ ചെയ്തപ്പോൾ ആ വ്യക്തി പറയുകയുണ്ടായി, ഞങ്ങളും അങ്ങനൊരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. ജീവിതത്തിൽ സന്തോഷം, അല്പനേരമെങ്കിലും സ്വസ്ഥത, സമാധാനം ആഗ്രഹിക്കുന്നു എന്ന്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കെ ആ വ്യക്തി പറഞ്ഞു, ജീവിതമല്ലേ, കുടുംബമുണ്ട്, പ്രാരബ്ധങ്ങളുണ്ട്, ഒത്തിരി ചുമതലകളുണ്ട്, അതിനൊക്കെ നെട്ടോട്ടം ഓടേണ്ടതായി തന്നെയുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കെല്ലാവർക്കും അറിയാം, ഒരു ജീവിതത്തെ കെട്ടിപ്പടുത്താൻ ഓരോരുത്തരും ദിനരാത്രം പരിശ്രമിക്കുകയാണ്. എന്തിനാണ് എന്ന് ചോദിച്ചാൽ പറയും പണമുണ്ടാക്കാൻ. പണം എന്നത് ഇന്ന് നമ്മൾ ഓരോരുത്തരുടെ ജീവിതത്തിലും ഒരു അത്ഭുതകരമായിരിക്കുന്ന ഒന്ന് തന്നെയാണ്. കാരണം മനുഷ്യൻ്റെ കൊച്ചാഗ്രഹങ്ങളാകാം, വലിയ ആഗ്രഹങ്ങളാകാം, അതൊക്കെ സാധിച്ചെടുക്കുന്നതും നമുക്ക് നേടിത്തരുന്നതും പണം തന്നെയാണ്. പക്ഷേ വർത്തമാന ജീവിതത്തിൽ പണം തന്നെയാണ് സർവസ്വവും എന്നൊരു തെറ്റിദ്ധാരണയിലേക്ക് നമ്മൾ വഴുതി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒന്ന് ചിന്തിച്ചാൽ നമുക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും, ഏതൊരു മനുഷ്യനും തൻ്റെ ജീവിതത്തെ നല്ലൊരു രീതിയിൽ കെട്ടിപ്പടുത്താൻ സാധിക്കും. അതിന് പണം ഒരു കാരണമല്ല. ഉദാഹരണത്തിന് നമ്മളെല്ലാവരും ഉറക്കത്തിലാണെങ്കിലും ഊണിലാണെങ്കിലും പണം 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 എന്നത് നമ്മുടെ മനസ്സിൽ, നമ്മുടെ വാക്കുകളിൽ, നമ്മുടെ പ്രവൃത്തിയിലും അത് തുടിച്ചുകൊണ്ടിരിക്കുന്നൊരു സംഭവമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും ഇന്ന് പത്രങ്ങൾ കാണുന്നുണ്ടാകാം, TV ന്യൂസ് കേൾക്കുന്നുണ്ടാകാം. പണത്തിന് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്തൊരവസ്ഥയിലേക്ക് ഇന്നത്തെ ലോകം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സത്യത്തിൽ പണമാണോ എല്ലാം? ഒരു ജീവിതത്തിൻ്റെ എൻഡ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് പണം തന്നെയാണോ എന്ന് നാം ചിന്തിക്കേണ്ട ഒരു സമയമാണിത്. നിങ്ങളുടെ മുന്നിൽ 1 കോടി രൂപ കെട്ടുകെട്ടായി മുന്നിൽ വെച്ച് തന്നാൽ നിങ്ങൾ അത് കണ്ട് നിങ്ങളുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ പറ്റുമോ? ഇവിടെ ഒരു കഥ എനിക്ക് ഓർമ്മ വരികയാണ്. പണ്ടൊരു രാജാവ് ഭഗവാനോട് തപസ് ചെയ്ത് നേടിയെടുത്തൊരു വരമായിരുന്നു താൻ തൊട്ടതെല്ലാം പൊന്നാകണമെന്ന്. അങ്ങനെ ഭഗവാൻ പ്രീതിപ്പെടുകയും ആ രാജാവിന് തൊട്ടതെല്ലാം പൊന്നാകട്ടെ എന്ന് ആ ഒരു വരം കൊടുത്തു. തഥാസ്തു എന്ന് പറഞ്ഞു. അതിനുശേഷം ആ ഒരു സന്തുഷ്ടനായ രാജാവ് തനിക്കൊരു ഗ്ലാസ് വെള്ളം വേണമെന്ന് തൻ്റെ ദാസിയോട് ആവശ്യപ്പെട്ടപ്പോൾ വെള്ളം കൊണ്ട് മുന്നിൽ വെച്ചു. അതെടുത്ത് കുടിക്കാൻ ശ്രമിച്ചപ്പോൾ അത് പൊന്നായി മാറി. വിശക്കുന്നുണ്ട്, ആഹാരം മുന്നിൽ വരട്ടെ എന്ന് പറഞ്ഞപ്പോൾ ആഹാരം മുന്നിൽ എത്തിക്കുകയും ചെയ്തു. എന്നാൽ ഒരു ഉരുള വായിലിടാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ ആ അന്നത്തിൽ മുകളിൽ കൈവച്ചപ്പോൾ അതും പൊന്നായി. തൻ്റെ വാത്സല്യനിധിയായ ഒരു പുത്രി ഉണ്ടായിരുന്നു. ഓടി വന്ന അച്ഛ എന്ന് അച്ഛൻ്റെ മടിത്തട്ടിൽ വന്നപ്പോൾ ഒന്ന് തൊട്ടപ്പോഴേക്കും ആ കുട്ടി പൊന്നായി മാറി. അപ്പോൾ സത്യത്തിൽ നമ്മളെല്ലാവരും ഭ്രമിച്ച് നിൽക്കുകയാണ്. ഏതൊരു ലോകത്തിലാണ് പണമാണ് സർവ്വതും എന്നൊരവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത്, പണത്തിലൂടെ നമ്മൾ ശരിയാണ്, പണത്തിലൂടെ മാത്രമേ നമ്മൾ ആഗ്രഹിച്ചതൊക്കെ നേടിയെടുക്കാൻ പറ്റൂ. അതൊരു നല്ല വീടാണെങ്കിലും ശരി, ഒരു കാറാണെങ്കിലും ശരി, എന്ത് നേടണമെങ്കിലും പണം ഇന്ന് ആവശ്യം തന്നെയാണ്. അപ്പോൾ പണത്തെ നമുക്ക് ആഗ്രഹിക്കാം, പണത്തെ നമുക്ക് സ്നേഹിക്കാം, പണം കൊണ്ട് നമുക്ക് പണത്തെ ഉപയോഗിക്കാം, എല്ലാം ചെയ്യുമെങ്കിലും നമ്മൾ ചിന്തിക്കേണ്ടത് പണമാണ് സർവ്വതും എന്ന് പറഞ്ഞ് പണത്തിൻ്റെ പുറകെ ഓടുമ്പോൾ പലതും നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. നിങ്ങൾ ചിന്തിച്ചു നോക്കുക, പണത്തോടാണോ നമ്മുടെ യഥാർത്ഥ സ്നേഹം, അല്ലെങ്കിൽ നേടിയെടുക്കുന്ന വസ്തുക്കളാണോ സ്നേഹം? പണമുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു വീട്,
നല്ലൊരു വീടായി കഴിഞ്ഞാലോ ഒരു സന്തോഷം, അത് കുറച്ച് നാളത്തേക്ക് മാത്രം നിൽക്കും. കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ മനസ്സിൽ മറ്റൊരാഗ്രഹം വരികയാണ്, ഒരു കാറുണ്ടായിരുന്നെങ്കിൽ, അങ്ങനെ പണം ഉണ്ടെങ്കിൽ ഒരു കാറ് വാങ്ങാമായിരുന്നു. കാറ് വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് ഓടിച്ച് കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും അതിനോടുള്ള സന്തോഷം പോകും. പണമാണ് എല്ലാം എന്ന് ചിന്തിച്ച് ഇന്ന് മനുഷ്യൻ അഹോരാത്രം ഓടിക്കൊണ്ടിരിക്കുമ്പോൾ തനിക്ക് നഷ്ടപ്പെടുന്നത് എന്തെല്ലാം ഒന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കി. രാവിലെ മുതൽ എഴുന്നേൽക്കുന്നു, പണത്തിൻ്റെ പുറകെ ഓട്ടത്തിനായി, ജോലിക്കായിരിക്കാം, പണത്തിന് വേണ്ടിയാണല്ലോ ഓടുന്നത്. ചെറുതാണെങ്കിലും വലുതാണെങ്കിലും കുട്ടികളുടെ അടുത്ത് ഒരു സമയം ഇരിക്കാനുള്ള സമയം ഉണ്ടാവുകയില്ല, വീട്ടുകാരുമായിട്ട് കൂടിച്ചേരാനുള്ള സമയം ഉണ്ടാവില്ല, ഒരു കല്യാണ പാർട്ടിക്ക് പോകാൻ സമയം ഉണ്ടാവുകയില്ല. അതുപോലെ തൻ്റേതായിട്ടുള്ള കാര്യം, തൻ്റേതായിരിക്കുന്ന പാഷൻസ് ആയിരിക്കാം, അതോ തൻ്റെ ആഗ്രഹങ്ങളിലേക്ക് എത്തിപ്പെടാൻ പോലും പറ്റാതെ ഓടിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പം അതിലൂടെ സ്വയമിൻ്റെ ഉറക്കം നഷ്ടപ്പെടുന്നുണ്ട്, തൻ്റെ മനസ്സിൻ്റെ സമാധാനം നഷ്ടപ്പെടുന്നുണ്ട്, പരസ്പരമുള്ള ആ ഒരു സ്നേഹത്തോടുള്ള സംഭാഷണം പോലും നമുക്ക് നഷ്ടമാകുന്നുണ്ട്. മക്കൾക്കൊപ്പം ഒന്ന് ചേർന്നിരിക്കാനോ അവർക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനോ അതിനും സമയം കിട്ടാറില്ല. കൂടാതെ തലയിൽ മൊത്തം ടെൻഷനും കൊണ്ട് നടക്കുന്ന ഒരവസ്ഥ, ഉറക്കമില്ല, ഊണില്ല, ഇതൊന്നുമില്ലാത്തൊരവസ്ഥയിലേക്ക് ജീവിതം ഒരു രസഹീന അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പണത്തിലൂടെ വസ്തുക്കൾ നേടുന്നത് തന്നെ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ ദ എൻഡ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞ സന്തോഷമാണ്. ആ ഒരു സമ്പത്തിന് വേണ്ടിയിട്ടാണ് നാം എല്ലാവരും ശ്രമിക്കുന്നത്. അപ്പോൾ അവിടത്തേക്കാണ് നമ്മുടെ യാത്ര, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ശ്രദ്ധ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടതും ആ എൻഡ് പ്രോഡക്റ്റ്. പണത്തിലൂടെ നമ്മൾ വസ്തുക്കളാകാം അഥവാ പല സാധനങ്ങളും നമ്മുടെ ഇച്ഛകളും പൂർത്തീകരിക്കുമ്പോഴും അതിൽ ഞാൻ കാണുന്നത് ആ ഒരു സന്തോഷമാണ്. അത് ബാഹ്യമായതല്ല, അത് ആന്തരിക തലത്തിലുള്ള ഒരു തൃപ്തമായിരിക്കുന്ന ഒരു അവസ്ഥയാണ് സന്തോഷം. അതാണ് ശാശ്വതമായത്. പണം ഇന്ന് വരും നാളെ പോകും, വസ്തുക്കൾ ഇന്ന് ഉണ്ടാകാം നാളെ നശിച്ചു പോകാം. പക്ഷെ നമ്മൾ ആ എൻഡ് പ്രോഡക്റ്റ് എന്താണോ ഞാൻ എൻ്റേതാണ് എന്നത് നമ്മൾ ആഗ്രഹിക്കുന്നത്, അത് സന്തോഷമാണ്. അപ്പോൾ അതാണ് ശാശ്വതമായത്. അതിനെ തേടിയിട്ടാണ് നമ്മൾ പോകേണ്ടത്. അതിനെയാണ് സ്പിരിച്വാലിറ്റി എന്ന് പറയുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ വ്യക്തി നമ്മളോട് പറഞ്ഞതും ആ ഒരു അനുഭവത്തെക്കുറിച്ചാണ്. അതായത് താനും ആഗ്രഹിക്കുന്നുണ്ട് അല്പനേരത്തേക്ക്, അല്പസമയത്തിലേക്ക് ഒന്ന് സ്വസ്ഥമായിരിക്കാൻ വേണ്ടി. നോക്കൂ, ഈ സൃഷ്ടിയിൽ ഭഗവാൻ എന്തൊക്കെയാണ് സൃഷ്ടിച്ച് വെച്ചിരിക്കുന്നത്, അതെല്ലാം നമ്മൾ മനുഷ്യർക്ക് അനുഭവിക്കാനുള്ളതിന് വേണ്ടിയിട്ടാണ്, അതെല്ലാം നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. എന്ന് വെച്ചാൽ അതിൻ്റെ പുറകെ ഓടേണ്ടതില്ല. ഭഗവാൻ ഈ ഭൂമിയിൽ ഇതൊക്കെ സൃഷ്ടിച്ചു എങ്കിൽ അത് നമ്മളിലേക്ക് തന്നെ എത്തിച്ചേരും എന്നുള്ളതിൽ യാതൊരു ഡൗട്ടുമില്ല. എന്നാൽ മനുഷ്യൻ തൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് പകരം തൻ്റെ ആഗ്രഹങ്ങളെ, അത്യാർത്തിയെ, അതിനെ നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതിൻ്റെ പുറകെ ഓടുന്നത്. അത് പണത്തിൻ്റെ പുറകെ ആണെങ്കിൽ പോലും അത് ഓടുന്നതനുസരിച്ച് അത് നമ്മളിൽ നിന്നും അകന്നു പോവുക എന്നല്ലാതെ അത് നമ്മളോട് അടുത്ത് വരികയില്ല. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഈ കാര്യങ്ങളുണ്ട്. ഒന്ന് നേടിയെടുക്കാൻ വേണ്ടി നമുക്ക് സ്നേഹിക്കുന്നത് വേറെ, അതിൻ്റെ പുറകെ പോകുന്നത് വേറെയാണ്. ഇത് രണ്ടും രണ്ടാണ്. അപ്പോൾ ഇവിടെ നമ്മളൊരു സ്പിരിച്വലായിട്ട് മാറണമെങ്കിൽ പലരും ചിന്തിക്കാറുണ്ട്, ആ സഹോദരൻ പറഞ്ഞതുപോലെ നമുക്കിപ്പോൾ വീടും കുടുംബമൊക്കെ വിട്ടു വരാൻ പറ്റില്ലല്ലോ. ആ ഒരു തെറ്റിദ്ധാരണ മനസ്സിലുള്ളത് കൊണ്ട് തന്നെ സാധാരണ മനുഷ്യൻ ചിന്തിക്കുന്നത് രണ്ടായിട്ടാണ്. അതായത് ആധ്യാത്മികത വേറെ, നമ്മുടെ ഭൗതിക ജീവിതം വേറെ. ഭൗതിക ജീവിതത്തിൽ ആധ്യാത്മികതയെ കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ളൊരു ധാരണ. അതുകൊണ്ടാണ് സാധാരണ മനുഷ്യർ സ്വാഭാവികമായി ചിന്തിക്കുന്നത് പണമാണ് എല്ലാം എന്നുള്ളതിൽ. എന്നാൽ പണമുണ്ടെങ്കിൽ എല്ലാം നേടാം എന്നുള്ളത് തെറ്റാണെന്നുള്ള ബോധം നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ മാത്രമേ നമ്മൾ എന്താണോ ദ എൻഡ് പ്രോഡക്റ്റ് നമ്മുടേതാക്കി മാറ്റാനുള്ളത് അത് നമ്മുടെ കൈവശം വരികയുള്ളൂ. അപ്പോൾ വാസ്തവത്തിൽ ഒരു സ്പിരിച്വൽ പേഴ്സണാലിറ്റി നമ്മൾ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ അതിലൊന്നും ത്യാഗം ചെയ്യേണ്ടതില്ല. വീടോ കുടുംബമോ ഒന്നും നമ്മൾ വിട്ടു പോകേണ്ടതില്ല. എല്ലാവർക്കൊപ്പം ഇരുന്നു കൊണ്ടും ഈ സൃഷ്ടിയിലുള്ള എല്ലാ സാധന വസ്തുക്കൾ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടും അതെല്ലാം അനുഭവിച്ചുകൊണ്ടും നമുക്ക് ഈ ഒരു ആത്മീയതയെ അഥവാ സ്പിരിച്വാലിറ്റിയെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ സാധിക്കും. എന്നാൽ ത്യാഗം ആവശ്യമാണ്.
ജീവിതത്തിൽ ത്യാഗമില്ലാതെ ഒന്നും നേടാൻ പറ്റില്ല എന്നുള്ളതും നമുക്കറിയാവുന്ന സത്യം തന്നെയാണ്. പക്ഷെ എന്താണ് ത്യാഗം ചെയ്യേണ്ടത്? പണമുണ്ട്, അതിനെ ഉപയോഗിക്കാം, അതിനെ ആഗ്രഹിക്കാം, അതിലൂടെ നമ്മൾ ആവശ്യം എന്താണോ അത് നേടിയെടുക്കാനും സാധിക്കും. പക്ഷേ ഇതൊന്നും എൻ്റേതല്ല എന്നുള്ള സത്യത്തിൻ്റെ ബോധം, ആ ഒരു ത്യാഗം നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ മനസ്സിൽ അത് കൊണ്ടുവരേണ്ടതുണ്ട്. എപ്പോഴാണ് ഈ കാണുന്നതൊന്നും, പണമാകട്ടെ, വസ്തുക്കളാകട്ടെ, മറ്റെന്തോ ആകട്ടെ, ഈ ലോകത്തിൽ നമുക്കതിനൊക്കെ നമുക്ക് ഉപയോഗിക്കാം, അതിലൂടെ നമുക്ക് കാര്യങ്ങൾ നേടിയെടുക്കാം എന്നല്ലാതെ ഇതൊന്നും എൻ്റേതല്ല എന്നൊരു സ്ഥിതിയിലേക്ക് നമ്മുടെ മനസ്സിനെ നമ്മൾ എപ്പോഴാണോ പാകപ്പെടുത്തുന്നത്, അപ്പോൾ നമുക്ക് ഈ ലോകത്തിലിരിക്കെ എല്ലാം അനുഭവിച്ചു കൊണ്ടും ദ എൻഡ് പ്രോഡക്റ്റ് ഏതാണോ ആ ഒരു ശാശ്വതമായിരിക്കുന്ന നമ്മുടെ സന്തോഷമാകട്ടെ, ഒരു തൃപ്താവസ്ഥയാകട്ടെ, ആ ഒരു ശാന്തിയാകട്ടെ, സമാധാനമാകട്ടെ നമ്മുടെ ജീവിതത്തിലും കാണാൻ നമുക്ക് അത് അനുഭവിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കും. അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ആ ഒരു യഥാർത്ഥമായിരിക്കുന്ന രഹസ്യത്തെ, ആ ഒരു ഉണർവിനെ നിങ്ങളുടെ ഉള്ളിലേക്ക് കൊണ്ടുവരേണ്ടത് വളരെ ആവശ്യമാണ്. ഇത് നിങ്ങൾ ഡീപ്പായിട്ട് ചിന്തിക്കേണ്ടതും വളരെയധികം ആവശ്യമാണ്. പണമല്ല ദ എൻഡ് പ്രോഡക്റ്റ്. ദ എൻഡ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ സന്തോഷമാണ്, ആന്തരികമായിരിക്കുന്ന നമ്മുടെ സ്റ്റെബിലിറ്റിയാണ്. അത് നേടിയെടുക്കാനാണ് നമ്മൾ ഓരോരുത്തരും പ്രയത്നിക്കേണ്ടതും.